ശരി, ഇനിയിപ്പോൾ കൊല്ലത്തേക്കാണ്. അവിടെ വർക്ക്ഷോപ്പിന്റെ മറവിൽ MDMA കച്ചവടം. പോലീസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു. പള്ളിമുക്ക് സ്വദേശി മനോഫർ ഫൈസിയാണ് പോലീസ് വീട് വളയുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടത്. ഇയാളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇപ്പോൾ 11.1 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വി ജയശങ്കർ വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പരിശോധന. പോലീസ് എങ്ങനെയാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്? അതായത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസർ SI ഗോപകുമാറും സംഘവുമാണ് ഈ ആളുടെ വീടിന് ചേർന്നുള്ള വർക്ക്ഷോപ്പിലേക്ക് എത്തിയത്. ഈ പോലീസിനെ കണ്ടതോടുകൂടി പള്ളിമുക്ക് സ്വദേശിയായ മനോഫർ ഫൈസി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ ഈ വർക്ക്ഷോപ്പിൽ ഇത്തരത്തിൽ ഡാൻസർ സംഘം പരിശോധന നടത്തിയ പരിശോധനയിലാണ് 11.01 ഗ്രാം MDMA പിടികൂടിയത്. വീടിനോട് ചേർന്നുള്ള കാറുകളൊക്കെ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പിട്ട് അതിന്റെ മറവിലാണ് ഈ പ്രതി നിരന്തരമായി ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തിയത്. ആ രഹസ്യ വിവരം ഡാൻസർ സംഘത്തിന് ലഭിക്കുന്നു. അങ്ങനെ ഡാൻസർ SI ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നവിടെ പരിശോധന നടത്തുകയും ആ പരിശോധനയിലാണ് എന്തായാലും ഈ MDMA ഉൾപ്പെടെ നിലവിൽ എടുത്തിരിക്കുന്നത്. മുമ്പ് എക്സൈസ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ കേസ്, ഈ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരം ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് പിടിയിലുമാണ് ആയിട്ടുണ്ട്. ഇയാൾ എന്തായാലും നിരന്തരമായി ഇയാളെ നിരീക്ഷണത്തിൽ പോലീസ് വെച്ചിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആധികാരികമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് അവിടെ യഥാഘട്ടത്തിലാണ് എന്തായാലും ഈ പ്രതി ഓടി രക്ഷപ്പെട്ടത്. ഇരുവരും പോലീസ് ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ പ്രതി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾ അധികം വൈകാതെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. നഗര ഹൃദയത്തിൽ തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ MDMA കച്ചവടം ഈ വർക്ക്ഷോപ്പിന്റെ മറവിൽ നടത്തിക്കൊണ്ടിരുന്നത്. ശരി ജയശങ്കർ.